ഒരു സിനിമ റിലീസായി ഫസ്റ്റ് ഷോ അല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടതിൻ്റെ ഗുണം കിട്ടിയ ഒരു സിനിമയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, ഈ സിനിമ ഇനി ആൾക്കാരുടെ അഭിപ്രായങ്ങളും അതുപോലെ റിവ്യൂ ഒക്കെ വന്നിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം വർക്കാവും, അല്ലെങ്കിൽ ഈ സിനിമയുടെ കറക്റ്റായിട്ടുള്ള സംഭവം എങ്ങനെ കിട്ടുന്നുള്ളതെന്നറിയില്ല. പക്ഷേ ഈ സിനിമ പൊതുവേ ആളുകൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമുള്ള സിനിമ ആയിരുന്നു എന്ന് തോന്നുന്നില്ല. ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട്, പ്രണവ് മോഹൻലാലിനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഈ സിനിമ ആദ്യം തന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടുതൽ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു ഫസ്റ്റ് ഹാഫാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിയുന്ന സമയത്ത് ഏകദേശം ഒരു സിനിമ കണ്ട് തീർന്ന എഫക്റ്റാണ്. കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ആ ഇൻ്റർവെല്ലിൽ എഴുതി കാണിക്കുമ്പോഴേക്കും സിനിമ ഒരു ഫുൾ സിനിമ കണ്ട അത്രയും ടൈം നമുക്ക് തോന്നും. അതിപ്പോൾ ലാഗ് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നീളം കൂടുതലുള്ളൊരു ഫസ്റ്റ് ഹാഫാണ്. അതിൻ്റെ നീളക്കൂടുതൽ നമുക്ക് പല സ്ഥലത്തും അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു പേസിലേക്ക് കയറും. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ വജ്രായുധം എടുത്ത് പ്രയോഗിക്കും. ആ വജ്രായുധം എടുത്ത് പ്രയോഗിച്ച ശേഷം പിന്നെ സിനിമയ്ക്ക് താഴോട്ട് പോകേണ്ടി വന്നിട്ടില്ല. അവസാനം ടോട്ടലി എല്ലാം കണ്ടു കഴിയുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്, അല്ലെങ്കിൽ ഹൈലി പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഓഡിയൻസിൽ നിന്നുണ്ടായിട്ടുള്ള. എനിക്ക് സ്പെഷ്യലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ വജ്രായുധത്തിൻ്റെ കറക്റ്റ് ടൈമിലുള്ള ഉപയോഗവും അതിനുശേഷം ആ ഒരു പേസ് കറക്റ്റായിട്ട് കൊണ്ടുപോകാനും പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവറേജ് എക്സ്പീരിയൻസ് സെക്കൻഡ് ഹാഫ് കാണുന്നതോടെ നമുക്ക് ഭയങ്കരമായിട്ട് മാറി കിട്ടും. ഇത് ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇത്രയും ലെങ്ത് കൂട്ടി ആ ഒരു സ്ലോ പേസിൽ എടുത്ത് തന്നെ ഈ സെക്കൻഡ് ഹാഫിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതാണ് പറഞ്ഞത്, ഈ സിനിമ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അത്രയും എക്സ്പീരിയൻസ് പിന്നീട് അഭിപ്രായങ്ങൾ കേട്ട ശേഷം കാണുന്ന ആൾക്കാർക്ക് കിട്ടാൻ സാധ്യതയില്ല. ഈ സിനിമയുടെ ഹൈലൈറ്റ് പെർഫോമൻസ് ട്രെയിലറും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാനുള്ള സാധ്യത കണ്ടിരുന്നു. അതുപോലെ ചിലപ്പോൾ പ്രണവിൻ്റെ ഭീകരമായിട്ടുള്ള സ്കോറിംഗ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സിനിമ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു പീക്ക് പോയിന്റിൽ സ്കോർ ചെയ്ത് സിനിമേനെ ലിഫ്റ്റ് ചെയ്ത് അങ്ങ് തൂക്കി മേലോട്ട് എറിയുന്നത് ധ്യാൻ ശ്രീനിവാസനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രണവ് മോഹൻലാലും ഒന്നുമല്ല. ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും അണ്ണൻ ഇറങ്ങി സിനിമ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ലെവലാണ്. ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയ്ക്കകത്ത്, മൊത്തം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഈ സിനിമേനെ എടുത്ത് ഒരൊറ്റ എറിഞ്ഞ ആൾ നമ്മുടെ അണ്ണനാണ്. അണ്ണൻ ഇറങ്ങി സിനിമ തൂക്കി. ടോട്ടലി സിനിമ കണ്ടു കഴിയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. അത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ നോക്കിയാലും ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് ഹാഫിൻ്റെ നീളക്കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു എന്ന് വേണം പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ കാണണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർക്കും വേണമെങ്കിൽ ഒരു തവണ പോയി കാണാം. ഇതിനുള്ള മുതൽ സിനിമയിലുണ്ട്.